അപ്പോൾ എന്തായാലും TTV ദിനകരൻ വന്നതൊരു ചെറിയ സംഭവമല്ല. കാരണം ADMKയിലെ ഒരു വാറിംഗ് ഫാക്ഷൻസിനെ ഒന്നിച്ചു കൊണ്ടുവരുന്നതിൽ BJP വിജയിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം പീയൂഷ് ഗോയലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങളാണ് ഇപ്പോൾ സക്സസ് ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് അത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ടാസ്ക് ആണെന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവേ ഉണ്ടായിരുന്നു. നേരത്തെ ബൈജയന്ത് പാണ്ഡെ ആയിരുന്നു ചുമതല ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിൻ്റെ. അത് മാറി ഇപ്പം പീയൂഷ് ഗോയൽ വന്നതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം അൻപുമണി രാമദോസിൻ്റെ PMK അതിപ്പോൾ 2 ഫാക്ഷനായി മാറി. അപ്പോൾ അൻപുമണി രാമദോസിൻ്റെ PMK NDAയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ജയലളിതയുടെ ആ ഒരു ലെഗസി ആർക്കാണെന്നുള്ളതിൽ ഒരുപാട് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജയലളിതയുടെ മരണത്തിന് ശേഷം. എന്തായാലും ആ ഒരു ലെഗസിയിൽ ഒരു അവകാശവാദം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് ശശികല. ശശികലയുടെ ഒരു പിന്തുണ TTV ദിനകരൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതും ഒരു പോസിറ്റീവായുള്ള കാര്യമാണ് NDAയെ സംബന്ധിച്ച്. പിന്നെ BJP ആണെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 11% വോട്ട് BJP ഒറ്റയ്ക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവായുള്ള ഒരു സംഭവം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.